വലിച്ചെറിയപ്പെടുമ്പോ ഇദാ ഉൽഖൂ ഫീഹാ ജഹന്നമിലേക്ക് നരകത്തിലേക്ക് ആളുകളെ വലിച്ചെറിയപ്പെടുമ്പോ വലിയ തീ കത്തിക്കുന്നിടത്തേക്ക് കണ്ടില്ലേ നിങ്ങൾ, വിറകൊക്കെ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് വലിച്ചെറിയലാണ്, അടുത്തേക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയൂലല്ലോ. തീ എത്രയും ഊക്കുകൂടിയതല്ലേ ജഹന്നമിന്റെ തീ. അതിന്റെ തീക്കണൽ ഒരിക്കലും ശമിക്കൂല. ജഹന്നമിന് അല്ലാഹു പാകപ്പെടുത്തി വെച്ചിരിക്കുന്നത് 3000 വർഷം കത്തിച്ച ശേഷമാണ്. ഇപ്പോഴുള്ള നരകം 3000 കൊല്ലം അല്ലാഹു കത്തിച്ച് ചൂടാക്കി വെച്ച നരകമാണ്. ജഹന്നം പടക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സൃഷ്ടിക്കാൻ പോകുന്ന സൃഷ്ടിയൊന്നുമല്ല. സ്വർഗവും അല്ലാഹു പടച്ചിട്ടുണ്ട്, നരകവും അല്ലാഹു പടച്ചിട്ടുണ്ട്. രണ്ടും സൃഷ്ടിച്ച് സംവിധാനിച്ചു കഴിഞ്ഞു. നന്ദി കെട്ട വർഗത്തിന് പോയി കിടക്കാനുള്ള ലോകമാണ് നരകലോകം. അത് സാധാരണ ഒരു ലോകമല്ല, പോയി കിടക്കാൻ ഏറ്റവും ദുഷിച്ച ലോകമാണ്. ബിസൽ മസീർ, ചെന്നു ചേരുന്ന സ്ഥലം, മടക്ക സ്ഥലം വളരെ മോശം തന്നെ. ജഹന്നമിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയുമ്പോ ജഹന്നമിനൊരു സ്വരമുണ്ട്, ഒരു ശബ്ദമുണ്ട്. സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ പറ്റാത്ത ശബ്ദം. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിന് ആർത്തിരമ്പുന്നൊരു ശബ്ദം അവർ കേൾക്കും. ചെറിയ ശബ്ദമൊന്നുമല്ല, ആർത്തിരമ്പുന്ന ശബ്ദമാണ്. ശഹീഖൻ, വല്ലാതെ പേടിപ്പെടുത്തുന്ന, കേട്ടാൽ തന്നെ മനുഷ്യന്റെ ശരീരം പേടിച്ച് വിറവിറക്കുന്ന ആർത്തിരമ്പുന്ന ശബ്ദം അങ്ങ് കേൾക്കും. ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകൾ പേടിച്ചു പോകും. വഹിയ തഫൂർ, നരകം തിളച്ചു മറിയുന്നു. ഉമ്മമാരെ, ചട്ടി അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് തിളക്കുന്നത് കണ്ടിട്ടില്ലേ? ആ തിളക്കുന്നത് ശക്തമായാൽ തന്നെ ചെറിയ ഒരു കുറച്ച് കടുകെടുത്തിട്ട് ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് മാറി നിൽക്കാറില്ലേ? എത്ര ചെറിയ തീയാണ്, എത്ര ചെറിയ ചട്ടിയാണ്, എന്നിട്ടും അതിന്റെ പതക്കുന്ന സ്വഭാവം. അതിൽ നിന്നൊരു ചെറിയ നല്ലോണം തിളച്ചൊരു എണ്ണയുടെ ചെറിയൊരു തുള്ളി വന്ന് വീണാൽ സഹിക്കാവുന്നതിലും അപ്പുറമല്ലേ. നരകം തിളച്ചു മറിയുകയാണ്. വഹിയ തഫൂർ, അത് തിളച്ചു മറിയുന്നു. തകാദു തമയ്യസു മിനൽ ഗൈദ്, ദേഷ്യം കൊണ്ട് ആ നരകം അതാ വിണ്ടുകീറാൻ, വേർപിരിയാൻ അടുത്താകുന്നു. നരകം പൊട്ടിക്കീറുന്ന രൂപത്തിലൊരു സ്വഭാവം നരകം പ്രകടിപ്പിക്കുമോ? പ്രകടിപ്പിക്കും. നരകത്തെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്ത് തന്നെ അത് പ്രകടമാകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, തഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം വരും. തുഖാദു ഇലൽ മഹ്ശർ, മഹ്ശറിലേക്ക് ജനങ്ങളുടെ അടുത്തേക്ക് നരകത്തെ കെട്ടി വലിച്ചു കൊണ്ടുവരും. മലക്കുകളാണ് കൊണ്ടുവരുന്നത്. നരകത്തിന് 1000 കടിഞ്ഞാണുകളുണ്ട്. ഓരോ കടിഞ്ഞാണിന്റെ പിന്നിലും 70,000 മലക്കുകളുണ്ട്. സാധാ കടിഞ്ഞാണല്ല നരകത്തിന്റെ കടിഞ്ഞാൺ. പിടിച്ചു കെട്ടാൻ വേണ്ടിയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് പിടിച്ചു കെട്ടാനാണ് നരകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ശക്തന്മാരായ മലക്കുകൾ. മനുഷ്യന്മാരെ ആ ഡ്യൂട്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. മനുഷ്യന് മലക്കിന്റെ അത്ര ശക്തിയില്ല. മലക്കിന്റെ അത്ര ശക്തി, ആ ശക്തിന്റെ പകുതിന്റെ ശക്തി ഉണ്ടോ മനുഷ്യന്? നല്ല കനവും കട്ടിയുള്ള മലക്കുകൾ. ഒരൊറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളാണ്. 1000 കടിഞ്ഞാൺ, ഓരോ കടിഞ്ഞാണും 70,000 മലക്കുകൾ പിടിച്ചു വലിച്ച് കിട്ടാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന് വരുന്ന നേരത്ത് നരകം പറയും, ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു. ഇന്ന് ഞാൻ പ്രതിരോധിക്കും, ഇന്ന് ഞാൻ ശിക്ഷിക്കും. അള്ളാന്റെ ഭക്ഷണം കഴിച്ചിട്ട്
മറ്റു പലതിനും വേണ്ടി ജീവിതം നീക്കിവെച്ചവർ, അള്ളാന്റെ അന്നം കഴിച്ചിട്ട് അല്ലാത്തവരെ ആരാധിച്ചവർ, അള്ളാഹുവിനെ അനുസരക്കേട് കാണിച്ചവർ, അവരെ ഇന്ന് ഞാൻ ശിക്ഷിക്കും, പിടിച്ചു ശിക്ഷിക്കും. സത്യം ചെയ്തുകൊണ്ട് നരകം തീർച്ചപ്പെടുത്തി പറയുകയാണ്. പക്ഷേ ആ നരകത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാത്ത ആരും നരകത്തോട് മറുപടി പറയൂല. നമ്മളൊക്കെ അവിടെ ഉണ്ടാവും, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മലക്കുകളൊക്കെ ഉണ്ടാകും. നരകത്തങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്ന നേരത്തെ എല്ലാവരും മുട്ടുകെട്ടി താഴെ ഇരിക്കും. എഴുന്നേറ്റ് നിൽക്കുന്ന ആർജവത്വത്തോടെ നിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ബാക്കി എല്ലാ മനുഷ്യരും, എല്ലാ മലക്കുകളും, എല്ലാ നബിമാരും താഴെ ഇരുന്നു പോയി. സഹോദരങ്ങളെ, സങ്കല്പിക്കാവുന്ന ഒരു ലോകമല്ല നരകലോകം എന്ന് പറഞ്ഞാൽ. അതിന്റെ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ തന്നെ ഭയാനകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും അധികം നമ്മൾ കാവൽ ചോദിക്കുന്ന ഒരു വിഷയം, ഒരു ഗൗരവമായ വിഷയമുണ്ടെങ്കിൽ അത് നരകമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസം കൂട്ടി നോക്ക് നിങ്ങൾ, ഇത്രയധികം കാവൽ ചോദിക്കുന്ന ഒരു കാര്യം വേറെ ഉണ്ടാകൂല. നിസ്കാരത്തിലും നിസ്കാരത്തിന്റെ പുറത്തും എണ്ണം ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര തവണയാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്. ഇപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചില്ലേ 7 പ്രാവശ്യം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നാളത്തെ സുബ്ഹിക്ക് ശേഷം പിന്നെയും ചോദിക്കുന്നു, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നരകം ഭയാനകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്നു, മയ്യത്ത് നിസ്കരിക്കുമ്പോഴും കാവൽ ചോദിക്കുന്നു. ആ നരകം, അതിന്റെ ദേഷ്യം, അതിന്റെ കോപം, തക്കാദു തമയ്യസു മിനൽ ഗൈൽ. നരകത്തിന് വല്ലാത്ത ദേഷ്യമാണ്, വല്ലാത്ത ചൂടാണ്. ഒരു ചെറിയ കനിവ് പോലും നരകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകൂല. ശിക്ഷിക്കുന്ന ശിക്ഷയിൽ ഒരു ചെറിയ ഇളവോ ഒന്നും ഉണ്ടാകൂല. തീവ്രത കൂടുതലാണ് നരകത്തിന്, ദേഷ്യം കൂടുതലാണ്. ദേഷ്യം കൂടുതലായിട്ട് നരകം വിണ്ടുകീറുന്നു, പൊട്ടിക്കീറുന്നു. ഒന്ന് പൊട്ടിയാലോ എന്ന് നരകം നോക്കും. കെട്ടിയിടുന്ന സമയത്ത്, വന്നുകൊണ്ട് കെട്ടിയിടുന്ന സമയത്ത് നരകം ഒരു പ്രാവശ്യം ഒന്ന് അനങ്ങും, ഒന്നിങ്ങനെ കുലുങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതെങ്കിലും ഒരു കടിഞ്ഞാൺ അറ്റുപോയാൽ ലഹതറഖാഹുൽ ജമീഅ്, ആ മഹ്ശറിന്റെ പ്രതലത്തിലുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാരെ മൊത്തം നരകം ചുട്ട് ചാമ്പലാക്കി കളയും. പക്ഷെ അത്രയും ഭദ്രമായിട്ടാണ് നരകത്തെ പിടിച്ച് കെട്ടിവെക്കുന്നത്. ആ നരകത്തിലേക്ക് മനുഷ്യന്മാരങ്ങോട്ട് വലിച്ചെറിയുന്ന സമയത്ത് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, സംഘങ്ങളായി ഓരോരുത്തരെ കൊണ്ടുപോയി വലിച്ചെറിയപ്പെടുമ്പോ സഅലഹും ഖസനതുഹാ, നരകത്തിന്റെ കാവൽക്കാര് ജനങ്ങളോട് ചോദിക്കും, ഓരോ വിഭാഗത്തോടും ചോദിക്കും, അലം യഅതികും നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആള് നിങ്ങൾക്ക് വന്നിട്ടില്ലയോ? നരകം ഉണ്ടെന്നും നരകത്തിൽ പോകേണ്ടി വരുമെന്നും നല്ല നിലക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ കഴിയേണ്ടി വരുമെന്നുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആളുകൾ വന്നിട്ടില്ലയോ? നബിമാരും പ്രബോധകന്മാരും വന്നിട്ടില്ലയോ? എന്താണ് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ മറുപടി? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോയി വലിച്ചെറിയുന്ന ആളുകളോട് ബോധ്യപ്പെടുത്തിയിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. അല്ലാഹു തആലാക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ മനുഷ്യനോട് ബോധ്യപ്പെടുത്തുന്നു, മനുഷ്യ, ഞാൻ നിന്നെ ആക്രമിച്ചിട്ടില്ല, നീ അരുതായ്മകൾ ചെയ്തു, ചെയ്യരുതെന്ന ഉത്ബോധനം കിട്ടി, പക്ഷേ നിന്റെ ദേഹേച്ഛക്ക് നീ വഴിപ്പെട്ടു, നല്ലക്ക് വിശ്വസിക്കണമെന്ന് പറഞ്ഞു, അടയാളങ്ങൾ ആകാശത്തിലും ഭൂമിയിലും പരക്കെ തന്നു, ഒന്നിലേക്കും കണ്ണു തുറച്ചിട്ടോ ബുദ്ധിപരമായിട്ടോ നോക്കാതെ ചിന്തിക്കാതെ താൻ തോന്നിയായി നീ എങ്ങനെ ജീവിച്ചു. ഒരുപാട് ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്, സ്വന്തം ശരീരത്തിലും അല്ലാതെയും തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പഠിച്ചില്ലല്ലോ, മനസ്സിലാക്കിയില്ലല്ലോ. അലം യഅതികും നദീർ, ഒന്നും അറിയാതെ കൊണ്ടുവന്ന് നരകത്തിലിടുകയാണോ? മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? പ്രബോധകന്മാര് വന്നിട്ടില്ലേ? ഖാലൂ ബലാ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗം പറയും, അതെ, ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാര് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, തീർച്ച, ഒരു സംശയവും ആ വിഷയത്തിലില്ല. ഫകദ്ദബ്നാ, ഞങ്ങൾ അതൊക്കെ പാടെ നിരസിച്ചു, ഞങ്ങൾ കളവാക്കി തള്ളി. അത്ര സ്ട്രോങ് ഒന്നും ഉണ്ടാകൂല. നരകത്തെ പറഞ്ഞിങ്ങോട്ട്
പർവ്വതീകരിക്കാണ്. അങ്ങനെയൊന്നും ഉണ്ടാകൂല. അതിന് പറ്റുന്ന ഹദീസുകളൊക്കെ മുന്നോട്ട് വെച്ചതാണ്. ഒരിക്കലും അല്ല സഹോദരങ്ങളെ. ഈ ഹദീസൊക്കെ ആരാ പഠിപ്പിച്ചത്? ഒരിക്കലും പോലും സംശയത്തിന് വക നൽകുന്ന രൂപത്തിൽ പോലും ഒരു വാക്ക് കളവായി പറയാത്ത പറഞ്ഞിട്ടില്ലാത്ത അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണങ്ങളാ. നരകത്തെ പറ്റി പറഞ്ഞ വാർത്തകൾ മുഴുവനും തങ്ങളല്ലേ പഠിപ്പിച്ചത്. ആ നരകത്തെ യഥാവിധി കണ്ടിട്ടല്ലേ തങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്തത്. നരകവും കണ്ടിട്ടുണ്ട്, സ്വർഗവും കണ്ടിട്ടുണ്ട്, നരകത്തിന്റെ ശിക്ഷകളും കണ്ടിട്ടുണ്ട്, സ്വർഗത്തിന്റെ സുഖങ്ങളും കണ്ടിട്ടുണ്ട്. കണ്ട് അനുഭവിച്ച് നോക്കിയിട്ടല്ലേ വന്ന് തങ്ങൾ പറയുന്നത്. നരകത്തെ കാക്കുന്ന മലക്കിനെ കണ്ടപ്പോൾ വരെ പേടി തോന്നിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിനെ കാക്കുന്ന മലക്കിനെ കണ്ടപ്പോഴേക്കെന്നെ പേടി തോന്നി. നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ടിട്ട് ഹബീബായ തങ്ങൾ പേടിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ നരകത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴേക്ക് കോടിക്കണക്കിന് മനുഷ്യന്മാര്, അതിൽ ദുന്യാവിൽ ജീവിച്ചവരിൽ ആരൊക്കെ ഉണ്ട്? രാജാക്കന്മാര്, പ്രധാനമന്ത്രിമാര്, ലോകതലത്തിൽ ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഉള്ള ആള്, ഈ ലോകത്തില് ഒന്നാമത്തെ മെമ്പർഷിപ്പ് എനിക്ക്, രണ്ടാമത്തെ ഭാര്യക്ക, അങ്ങനൊക്കെ ജീവിച്ച ആൾക്കാരില്ലേ? പ്രഭുക്കളില്ലേ? പണക്കാരില്ലേ? കോടീശ്വരന്മാരില്ലേ? പലരുമില്ലേ? എല്ലാവരും താഴെ മുട്ടുകെട്ടിയിരുന്നു പോയി. നരകത്തിന്റെ ആ വരവ്, നരകത്തെ ആ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു രംഗം കണ്ടപ്പോഴേക്ക്. അപ്പൊ നരകം പറയുന്ന ആ വാക്കിന് ഒരാൾ മാത്രമേ മറുപടി പറയുള്ളൂ. നരകം പറഞ്ഞ വാക്കെന്താ? അള്ളാഹുവിന്റെ അന്നം ഭക്ഷിച്ചിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിച്ച മുഴുവൻ ആളുകളെയും ഇന്ന് ഞാൻ പിടിച്ചു ശിക്ഷിക്കും. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ നടന്ന ആളുകൾക്ക് മുഴുവനും കൊടുക്കും ശിക്ഷ. അത് നരകം ഇങ്ങനെ നല്ല ദേഷ്യത്തോടു കൂടെ നരകം അത് പറയുമ്പോ പ്രതികരിക്കാൻ കഴിവുള്ള ഒരാള് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രല്ലേ, വേറെ ആരാ മറുപടി പറയുന്നത്? തങ്ങൾ നരകത്തോട് പറയുന്നു, നരകമേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബില്ലാഹി മിൻക, ഞാൻ അള്ളാഹുവിനോട് നിന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. നരകം തിരിച്ചടുത്തൊരു ചോദ്യം, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങളെ ശരീരം ഒരിക്കലും എന്റെ അടുത്തേക്ക് വരുന്നതല്ലല്ലോ, എനിക്ക് അള്ളാഹു തങ്ങളെ ശരീരത്തെ ഹറാമാക്കിയിട്ടില്ലേ? അപ്പൊ മുത്തുനബി തങ്ങളെ മറുപടി എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ നല്ലോണം സ്നേഹിച്ചോളൂ, അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. നല്ലോണം മഹബത്ത് വെച്ചോളൂ, നല്ലോണം സ്വലാത്ത് ചൊല്ലിക്കോളൂ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലി ഉമ്മത്തി, എന്റെ കാവലിന്റെ തേട്ടം എനിക്കല്ല, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ്. ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരാളാളല്ല, പക്ഷെ എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ കാവൽ ചോദിക്കുന്നത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട പലരും അതിൽ വിശ്വാസികൾ കടക്കുന്ന ഒരു സങ്കേതമാണ് ഒന്നാമത്തെ തട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഖമുള്ള ഏർപ്പാടല്ല സഹോദരങ്ങളെ. കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് ഉദിക്കുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറായി, ചൂട് ശമിച്ചിട്ടില്ല. ഇപ്പോഴുണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ അതിന്റെ ചൂടിന്റെ അംശങ്ങളും കിരണങ്ങളൊക്കെ. ഉദിച്ച